പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ ഇപ്പം പഴയ ഒരു രീതിയിലൊക്കെ നവ്യ വരെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യയാണെങ്കിൽ ഇപ്പം നവ്യ മുഖേനയാണെങ്കിൽ നമ്മൾ നയനയൊക്കെ ഇപ്പം ജയിലിൽ നിന്നൊക്കെ ഇറക്കിയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ ഗോവിന്ദനെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം മോള് ജയിലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലായിരിക്കുമല്ലോ നിങ്ങൾ. എന്നാൽ പിന്നെ ഇപ്പോൾ ഒരു ദുഃഖ വാർത്തകൾ അമ്മയ്ക്കാണെങ്കിൽ ജ്വല്ലറിലാണെങ്കിൽ ജോലിക്ക് എല്ലാം ശരിയായി. ഇപ്പോൾ അബിയാണെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഗോവിന്ദനാണെങ്കിൽ അബിയെ കുറേ ശപിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അബിയെ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ശപിക്കുകയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ എന്തെങ്കിലും കാരണമില്ലാതെ എന്തായാലും അച്ഛൻ എന്തായാലും ഇങ്ങനെ ആരെയും ഒന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ നമ്മൾ നവ്യയുടെ മനസ്സിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ എന്ത് ചെയ്യുന്നുണ്ട്, എന്തായാലും കൂട്ടുകാരെ ഒന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയ്ക്കാണെങ്കിൽ ഈ കൂട്ടുകാരത്ത് പോകുമ്പോൾ ഒരു കുറച്ച് ആശ്വാസവും സമാധാനമൊക്കെ കിട്ടും. അതുപോലെ തന്നെ നവ്യ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഈ ഒറ്റ സുഹൃത്തിൻ്റെ അടുത്താട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ നവ്യയാണെങ്കിൽ ഇപ്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് നീ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നവ്യയുടെ കൂട്ടുകാരിയാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണെങ്കിൽ ആ ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ നവ്യയുടെ അടുത്ത് എത്തുന്നുണ്ട്. അങ്ങനെ നവ്യയാണെങ്കിലും കൂട്ടുകാരി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തായി ഞാൻ പറഞ്ഞതെല്ലാം നീ അന്വേഷിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നവ്യയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഞാനതെല്ലാം അന്വേഷിച്ചു നവ്യ, പക്ഷേ ഞാനത് നിൻ്റെ അടുത്ത് എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, അത് സാരമില്ല നീ പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മളെ നവ്യയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, നീ ഇത്രയും നാളാണെങ്കിൽ ആദർശേട്ടനെയും നയനെയൊക്കെ എപ്പോഴും വഴക്കും കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ ആ കാര്യം വെച്ചാൽ ഇതിനകത്ത് അവർക്ക് ഒരു തെറ്റിലും അവർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നീ എപ്പോഴും പറയുമല്ലോ നിൻ്റെ അനിയത്തിയാണെങ്കിലും നിൻ്റെ ജീവിതത്തിന് എതിരാണ്, അവളും നിൻ്റെ ശത്രുവാന്നൊക്കെ നീ പറയുമല്ലോ, പക്ഷേ അവരൊന്നും നിനക്ക് വേണ്ടി ഒരു ദ്രോഹത്തിനും ഒന്നും ചെയ്തിട്ടില്ല. അവർ നിൻ്റെ ജീവിതം തന്നെ സേഫാക്കാൻ വേണ്ടി അവർ എല്ലാ കുറ്റങ്ങളും അവർ ഏറ്റെടുക്കുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, പിന്നെ ആദർശേട്ടനല്ല ചന്ദമോളുടെ അച്ഛൻ, നിൻ്റെ ഭർത്താവ് അബിയാണ് ചന്ദമോളുടെ അച്ഛനെന്നൊക്കെ നമ്മൾ കൂട്ടുകാരിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ നിൻ്റെ അടുത്ത് പറയാത്തത് നിൻ്റെ ജീവിതം സേഫാക്കാൻ അവർ നോക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരിതെല്ലാം അവർ സ്വയം ഏറ്റെടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും തെറ്റ് ചെയ്തത് വേറെ ആരുമല്ല, നിൻ്റെ ഭർത്താവ് തന്നെയാണെന്നൊക്കെ നമ്മൾ നവ്യയുടെ കൂട്ടുകാരിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നവ്യയാണെങ്കിൽ ഭയങ്കര ഷോക്കാവുന്നുണ്ട്. കാര്യം വെച്ചാൽ നവ്യയാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം കനക പറഞ്ഞപ്പോഴാണെങ്കിലും നവ്യയാണെങ്കിൽ പറയുന്നുണ്ടല്ലോ, അത് ഒരിക്കലും സത്യമാവരുത് എന്ന് നവ്യ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഇതൊക്കെ കൊണ്ട് നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ കൂട്ടുകാരുടെ വായിന്ന് തന്നെ കേട്ടപ്പോഴത്തേക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് നവ്യയ്ക്കാണെങ്കിൽ. അബിയാണെങ്കിൽ അബിയുടെ ക്യാരക്ടറൊക്കെ ഒരു പ്രത്യേക ക്യാരക്ടർ ആയതുകൊണ്ട് നവ്യയ്ക്ക് അബി ഒരു ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതൊരിക്കലും സത്യമാവരുത് എന്നാണ് നമ്മൾ നവ്യ ആഗ്രഹിച്ചിരുന്നത്. അപ്പോഴത്തേക്കും നവ്യയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. കാര്യം വെച്ചാൽ എൻ്റെ ജീവിതമാണെങ്കിൽ സേഫാക്കാൻ വേണ്ടിയൊക്കെ നോക്കി നിന്ന് എൻ്റെ അനിയത്തിയെ തന്നെ ഞാൻ എന്തെല്ലാം കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നൊക്കെ ഉള്ളൊരു വിഷമമൊക്കെ നവ്യയ്ക്ക് വരും. നവ്യ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ആദർശേട്ടനെയൊക്കെ എന്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റുപോലും ചെയ്യാത്ത അവരെയൊക്കെ ഞാൻ എന്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണക്ക് എൻ്റെ മുത്തശ്ശനെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് കയർത്തി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവരെൻ്റെ അടുത്ത് ഈ ഒരു സത്യം എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുള്ള, അല്ലാതെ എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മൾ നവ്യയാണെങ്കിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അബിക്കുവാണെങ്കിലും അവൻ്റെ അമ്മയ്ക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെ ഞാൻ കൊടുക്കും. അവരെൻ്റെ അടുത്ത് വഞ്ചിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് അവർ നല്ല ആൾക്കാരായിട്ട് അവർ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഞാൻ അവർക്ക് അതിൻ്റെ മറുപടി ഞാൻ നൽകുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, ഇനി എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ തിരിച്ച് സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നവ്യയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, എന്തായാലും നവ്യ നിനക്കാണെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ കയറി പറ്റാൻ പറ്റിയത് തന്നെ നിൻ്റെ ഒരു ഭാഗ്യമാണ്. പക്ഷേ നിനക്കാണെങ്കിൽ ഭർത്താവിനെ തിരഞ്ഞെടുത്തതിനാണ് നിനക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ ആണെങ്കിൽ പൊന്നുപോലെ നോക്കാനാണെങ്കിൽ നിൻ്റെ അനിയത്തിയും ഉണ്ട്, ഭർത്താവും ഉണ്ട്, അതുപോലെ തന്നെ മുത്തശ്ശി എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർ നിന്നെ നിൻ്റെ കുഞ്ഞിനെ നല്ലതുപോലെ തന്നെ അവർ നോക്കുമെന്നൊക്കെ നവ്യയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്. നവ്യയുടെ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു വിഷമം വെച്ചിട്ട് നീ ആണെങ്കിൽ ഒരു അബദ്ധവും കാര്യങ്ങളൊന്നും കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അബദ്ധവും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല, എന്തായാലും ഇതിന് ഉള്ള തിരിച്ചടി അവനിക്ക് ഞാൻ കൊടുത്തിരിക്കും, അവൻ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുന്നതൊക്കെ എനിക്ക് കാണണമെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വന്നതിന് ശേഷമാണെങ്കിലും അതിനെക്കുറിച്ച് അബിയടുത്തൊന്നും ചോദിക്കുന്നതുമില്ല, അബിയായിട്ടൊരു അടിക്കോ വഴക്കിനോ ഒന്നും പോകുന്നതൊന്നുമില്ല. അപ്പം നവ്യയാണെങ്കിൽ അബിയടുത്താണെങ്കിലും ജലജയടുത്തൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ് നമ്മുടെ നവ്യ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ നവ്യയാണെങ്കിൽ അവരെ കൂടെ സ്നേഹിച്ച് നിന്ന് തന്നെ അവർക്കിട്ടുള്ള 8ൻ്റെ പണി തന്നെ നവ്യ കൊടുത്തിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടോ അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.